ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകകൾ വെച്ചിട്ട് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആട്ടപ്പൊടി ഉണ്ടായാൽ മതി. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ആട്ടപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ചപ്പാത്തിയൊക്കെ തിന്ന് മടുക്കുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാനൊക്കെ നല്ലതാട്ടോ. കുട്ടികൾക്കല്ല വലിയവർക്കൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ കുറഞ്ഞ ചേരുവകകളും മതി. നമ്മൾക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയൊക്കെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇത് 1/4 കിലോൻ്റെ കടലമാവ് പൊടിയാണ് കേട്ടോ. നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൈദ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇനി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇതിൽക്ക് വേണമെന്നില്ല കേട്ടോ. ഇനിയില്ല, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതാണെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ 1 ടീസ്പൂണ് സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പം എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ഇടാൻ പാടുള്ളൂ. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ സാമ്പാർ പൊടി ഏതെങ്കിലും ഒന്ന്, രണ്ടും കൂടി ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് കലക്കിയെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കുക. ഇതിപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ കയ്യുമ്മ ആക്കണതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുകയാണ്. അപ്പോൾ നോമ്പും ഇതൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്കിപ്പോൾ 4 മണിക്കത്തെ ചായക്കാണല്ലോ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടു. കുറച്ച് ഗോതമ്പപ്പൊടി, ഒരു സവാളയും പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. കടലമാവ് പിന്നെ ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. വെറും ഗോതമ്പ് പൊടിയിലും ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് അപ്പത്തിൻ്റെ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ദോശമാവ് ഉണ്ടല്ലോ അത്. അപ്പോൾ സോഡാപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ദോശമാവ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരിക്കാണെങ്കിലും ഉള്ളിവടക്കൊക്കെ അതുപോലെ ദോശമാവ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മയമാണ്. പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ. മാവിൻ്റെ കട്ടിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കലക്കിയിട്ട് നമ്മൾ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. എത്ര നേരം വെക്കണിടത്തോളം നമ്മളെ മാവ് നന്നാവും കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം മാവ് കണ്ടോ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ചും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുള്ളപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം മാവിൻ്റെ ഒരു രീതി കണ്ടില്ലേ, ഒരു സൈസ് നല്ല പൊന്തി വന്നിട്ട്. ഇപ്പം നമ്മൾ കൂട്ടി വെച്ചതിനേക്കാളും മാവുണ്ട്. അപ്പോൾ ഇതിൽ അപ്പസോഡ ചേർക്കണമെന്നേ അല്ല കേട്ടോ. അപ്പസോഡ ചേർക്കണമെങ്കിൽ ചേർക്കാമെന്നുള്ളൂ. ഇനി നമ്മൾക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഉണ്ടാക്കിയെടുത്താലും ഇത് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വലിയ ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ ചെറിയ ചട്ടി, ഇരുമ്പ് ചട്ടിൻ്റെ അകത്ത് ഇത്ര ചെറുത് ഇങ്ങനത്തെ ഉള്ളൂ. പിന്നെ ഉള്ളത് കനല്ലാത്തതാണ്. അപ്പോൾ അതിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇതിനിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ നുള്ളിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. ചില ഭാഗത്ത് ഇതിന് പക്കവട എന്നും പറയും. ഞങ്ങളിവിടെ ഉള്ളിവട എന്നാണ് പറയട്ടോ. പക്ഷെ ഇത് ഗോതമ്പ് മാവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതിനേക്കാളും കൂടുതൽ ബോൾ പോലെ ആയിട്ടോ 2ാം പ്രാവശ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ മാവ് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് മാവ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ധൃതിയും കൊണ്ട് കുറേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊക്കെ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിന് ഒരു 2 പാത്രമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. ഇതിനിപ്പോൾ എത്ര ചിലവ് നമ്മൾക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുത്തത് പകുതിയോളം ബാക്കി തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇരിക്കണത് കണ്ടില്ലേ, നല്ല സ്പോഞ്ച് പോലെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമ്മൾ ദോശമാവൊക്കെ ചേർത്തതുകൊണ്ട്
പിന്നെ ദണ്ട ഒട്ടി കടന്നതാട്ടോ, 3-4 ഇട്ട് കൊടുത്തപ്പോൾ ഒന്നിച്ച് ഒട്ടി കടന്നതാണ്. എന്നാലും അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.